എന്ത് ഫുഡാണ് കൊടുക്കുക? ഒരു എല്ലാ ഫുഡും പഴവർഗ്ഗങ്ങൾ നമുക്കൊന്നും ആവണില്ല. അവൻ്റെ കാര്യങ്ങൾ മരുന്ന് ഒരു മത്സരം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വളരെ സങ്കടം നിറഞ്ഞ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ പ്രശസ്ത യൂട്യൂബറായ നമ്മുടെ സിലു ടോക്ക് വിത്ത് സെൽഹ എന്ന് പറയുന്ന ആ ചാനലിൽ സുലു താത്ത പങ്കിട്ട ഒരു വീഡിയോ മനുഷ്യ ഹൃദയത്തിൽ തന്നെ ഒരുപാട് നന്മകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. വളരെ സന്തോഷം തോന്നി. അതുപോലെ തന്നെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടവും തോന്നി. അതിൽ തന്നെ സിലു അവസാനം പറയുന്ന ഒരു വാക്ക്, കണ്ടന്റ് ക്ഷാമം കൊണ്ട് നിങ്ങൾ ഇത്തരം വീഡിയോ എടുത്ത് ചെയ്യുകയല്ലേ എന്നിവരെ ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നത് കണ്ടന്റ് ക്ഷാമം ഉള്ളത് കൊണ്ട് ഒന്നുമല്ല. തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ ഓരോ വിഭാഗം ജനങ്ങളും കാണണം, അറിയണം. നമ്മുടെ മക്കളും ഇത് കാണണം. കാരണം നമ്മുടെ കേരളം എത്ര സുന്ദരമെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെ കേരളത്തിൽ തീരെ സുന്ദരമില്ലാത്ത ചില കാഴ്ചകളും ചില അനുഭവങ്ങളും ചില ജീവിതങ്ങളും ചില പാളിച്ചകളും എല്ലാം ഉണ്ട്. അത് നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുക തന്നെ വേണം. ഇത്രയും ഒരു കുടുംബം, അർജുൻ എന്ന് പറയുന്ന ഒരു മോൻ്റെ ഒരു അവസ്ഥ, അത് കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നിറയാതെ കണ്ടിരിക്കാൻ ഇന്ന് കേരളത്തിൽ നിന്നല്ല ലോകത്തിലെവിടെയും ഒരു മനുഷ്യനും സാധിക്കുകയില്ല. ഞാൻ അവിചാരിതമായിട്ടാണെങ്കിലും അവരുടെ ചാനൽ കാണുന്ന ഒരാളാണ്. ആ കാണുന്ന സമയത്ത് എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു വീഡിയോ, തീർച്ചയായിട്ടും അതിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു പങ്ക് തീർച്ചയായിട്ടും അവിടെ എത്തിച്ചു കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടും, ഇനി എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് കാണുന്ന ആർക്കെങ്കിലും അതിലേക്ക് ഒരു രൂപയെങ്കിലും കൊടുത്ത് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു എളിയ സഹായമായി അത് മാറുമെന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ആ വീഡിയോയിൽ നമുക്ക് ആ മോനെ ഒന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം. നമ്മൾ പറയണ മനസ്സിലാവോ? സങ്കടം കാണിക്കണ പോലെ തോന്നുന്നു. വിഷമങ്ങൾ കാണിക്കും. വിഷമിക്കണ്ട കേട്ടോ. ഞാൻ വന്നില്ലേ? എത്ര വയസ്സായി? 4 വയസ്സായി. ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോകണം. കഴിഞ്ഞ 4 വയസ്സാവാറായി. 4 വയസ്സ്. സംസാരിക്കുക അമ്മാന്ന് ഇടയ്ക്ക് കരയുന്നതിൻ്റെ ഇടയിൽ നേരെ പറയാൻ പറ്റില്ല. ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു തോന്നും. ഇപ്പം തന്നെയാണോ? എന്തിന് ഈ ട്യൂബ്? ഭക്ഷണം വായിക്കൂടെ ഇറക്കില്ലെന്ന് കഴിക്കാൻ പറ്റില്ല. കഴുത്ത് ഉറച്ചിട്ടില്ല. നേരെ ഇരിക്കാനോ ഒന്നിനും പറ്റില്ല. രാത്രി തീരെ ഉറങ്ങില്ല. എന്താണ്? ഭയങ്കര കരച്ചിലാണ്. ഞാൻ എന്താ പറയുക? ശരിയാക്കാന്ന് പറയാനും പറ്റൂലല്ലോ. ശരിയാവുമായിരിക്കൂലേ? ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ അങ്ങനെ കുറച്ച് വെയിറ്റ് വേണമെന്നാണ് പറയുന്നത്. എന്ത് ഫുഡാണ് കൊടുക്കുക? ഒരു എല്ലാ ഫുഡും പഴവർഗ്ഗങ്ങൾ നമുക്കൊന്നും ആവണില്ല. അവൻ്റെ കാര്യങ്ങൾ മരുന്ന് ഒരു മത്സരം. അതിനെന്തെങ്കിലും ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അർജുൻ എന്ന് പറയുന്ന മകനെ നിങ്ങൾ കണ്ടു കാണും. കിടന്ന കിടപ്പിലാണ്. എണീറ്റ് നടക്കാൻ നമ്മളെ മക്കൾ നടക്കുന്നത് പോലെ ആ കുട്ടിക്ക് നടക്കാൻ വേണ്ടി ദൈവം സഹായിച്ച് നടക്കുന്നില്ല. ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിലാണ് ആ കുടുംബം. 2 മക്കളാണ്. 2ാമത്തെ മകനാണിത്. അച്ഛന് പണിക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. അമ്മക്ക് നിങ്ങൾ കണ്ടു കാണും. അമ്മ പറയുന്ന വിഷമകരമായ ഒരവസ്ഥ ആ മകനെ കണ്ടപ്പോൾ. ആ മകൻ്റെ ശ്വാസമെടുക്കുന്ന സൗണ്ട് പോലും പുറത്തേക്ക് കേൾക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ വേണ്ടി കഴിയുന്നില്ല. എത്ര നമ്മൾ ആ സ്ത്രീയെ ഒരുപാട് യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനും പോയി കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ചെയ്യുന്നത് ഒരു സൽപ്രവൃത്തിയാണ്. അവരുടെ ചാനലിന് റീച്ച് കിട്ടുന്നു എന്ന് മാത്രമാണ് ഇത്തരം ഈ വീഡിയോക്ക് താഴെ പോയി കമൻ്റ് ഇടുന്ന ചില മനുഷ്യന്മാർ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. ഇങ്ങനത്തെ ഒരു കുടുംബം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് എത്ര പേർ അറിഞ്ഞു, എത്ര പേർ കയ്യഞ്ഞു സഹായിച്ചു. ആ കുടുംബം ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഇന്ന് അവിടുത്തെ സ്റ്റോറിൽ പോയിട്ട് അരി കടം വാങ്ങിയിട്ടാണ് വെച്ചത് എന്ന് അമ്മ പറയുന്നുണ്ട്. അങ്ങനത്തെ കുടുംബങ്ങളെ ഒരു നേരമെങ്കിലും ഊട്ടാനോ
അല്ലെങ്കിൽ ഒരു കൈ സഹായം ചെയ്യാനോ ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മളത് ഇല്ലാതാക്കരുത് എന്നാണ് പറയുന്നത്. നമ്മുടെ മക്കൾക്കെങ്കിലും സിലു പറഞ്ഞ മാതിരി ഒരു നേരത്തെ ചോക്ലേറ്റോ സ്നാക്സോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന പൈസ നമ്മളൊന്ന് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബം രക്ഷപ്പെടും. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കൈ കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സഹായവുമാകും. അതിനുവേണ്ടി ഞാൻ അവർ കൊടുത്ത ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാനിതിൻ്റെ സൈഡിൽ കൊടുക്കുകയാണ്. ഇനി ഇത് കാണുന്ന ആർക്കെങ്കിലും ആ കുടുംബത്തെ സഹായിക്കാനോ അതിലേക്ക് പൈസ അയക്കാനോ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കൊണ്ട് ചെയ്യണം. അത് വലിയ ഒരു നന്മയാണ്. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ നാട്ടിൽ ചെറിയ ഒരു കളറ് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് സങ്കടപ്പെടുന്ന ആൾക്കാരാണ്. എൻ്റെ മോൻ കറുത്തു പോയല്ലോ, അല്ലെ എൻ്റെ മോന് മുഖത്തൊരു പുള്ളിക്കുത്ത് വന്നു പോയല്ലോ, അല്ലെ ഒരു കെടുമ്പ് വന്നു പോയല്ലോ, ഒരു കൈയിൻ്റെ വിരൽ ചെറുതായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്ലാസ്റ്റിക് സർജറിയും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ആശുപത്രികളും തേടി നടക്കുന്ന നമ്മൾ അൽഹംദുലില്ലാഹ് പടച്ച റബ്ബ് നമുക്ക് തന്ന ആ കാരുണ്യത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നമ്മൾ പടച്ചവനെ സ്തുതിക്കേണ്ടതായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കളെ നമ്മൾ കാണുമ്പോൾ ഈ അമ്മയുടെ സങ്കടം എനിക്കൊന്നും പൊറുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നമുക്ക് ചെറിയ മക്കൾക്ക് ഒരുപാട് ചെറിയ എന്തെങ്കിലും ഒരു സൂക്കേട് വന്നാൽ നമുക്ക് സഹിക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മളെ മക്കൾക്ക് ഒരു പനിയോ ഒരു തലവേദനയോ ഒരു ജലദോഷമോ വന്നാൽ നമ്മൾ ഓടി നടന്ന് ചികിത്സിക്കുന്ന ആൾക്കാരാണ്. അത് 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പൊറുക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ അമ്മ ഉറങ്ങിയിട്ട് വർഷങ്ങളായി എന്നുള്ളതാണ് സത്യം. കാരണം ആ മകനെ നിങ്ങൾ കണ്ടു കാണും. എന്നിട്ടെങ്കിലും നിങ്ങളെ മനസ്സിൻ്റെ കാരുണ്യം പറ്റാത്ത മനസ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 50 രൂപയെങ്കിലും, കൂടുതലൊന്നും നിങ്ങൾ ആരും അയച്ചു കൊടുക്കേണ്ട, ഒരു 50 രൂപ നമ്മളൊരു ഇന്നത്തെ സമയത്ത് ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ പോലും നമുക്ക് തയ്യാത്തൊരു പൈസയാണത്. അത് നമുക്ക് ആ മകൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ഒരു ദിവസമെങ്കിലും ആ അമ്മക്കും ആ മകനും ആ അച്ഛനും സുഖമായിട്ട് ആ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ആ സ്ത്രീ ചെയ്ത ആ പുണ്യമായ ഒരു പ്രവൃത്തി തീർച്ചയായിട്ടും പടച്ച തമ്പുരാൻ കാണട്ടെ. അർഹിക്കുന്ന പ്രതിഫലം എന്ത് തന്നെയായാലും ആ സിലു എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പടച്ച തമ്പുരാനെ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ആ വീട് എന്ന് പറയുന്നത് ജപ്തിയുടെ വക്കിലാണ്. 2 പ്രാവശ്യം 3 പ്രാവശ്യത്തെ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഇവരുടെ അവസ്ഥ കണ്ടതുകൊണ്ടാവാം ജപ്തി ചെയ്യാതെ വെച്ചതാണ്. കിടന്നുറങ്ങാൻ ഒരു കട്ടിലോ അല്ലെങ്കിൽ അവിടെ ഒരു കിടക്കയോ നിങ്ങൾ കിടക്കുന്ന പോലെ മെത്തയോ ഒന്നും ആ വീട്ടിലില്ല. മറയ്ക്കാൻ തുണിയല്ലാതെ വാതിലില്ലാത്ത ബാത്റൂമുകളാണ്. ഒരുപാട് പ്രയാസം നിറഞ്ഞ ആ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ ഉണ്ടാക്കി വെച്ചതല്ല, അത്രയും ശോചനീയമായ അവസ്ഥയിലാണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ട് ഇനി ആരെങ്കിലും അവർക്ക് വീടോ സ്ഥലമോ എന്തെങ്കിലും നൽകാനൊക്കെ നമ്മുടെ ഈ വീഡിയോ കണ്ടതുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് വരികയൊക്കെ ആണെങ്കിൽ അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷം. നമ്മൾ എല്ലാ കാര്യത്തിലും ജാതി കാണുന്ന മനുഷ്യന്മാരാണ്. നമ്മൾ ജാതിയുടെ പേരിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അടിയും പിടിയും കച്ചറയും കുലുമാലും എല്ലാം ഉണ്ടാക്കുന്നത്. ഒരു കാര്യത്തിൽ ദൈവത്തിന് യാതൊരു ഇതുമില്ല. കാരണം സൂക്കേടിൻ്റെ കാര്യം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും എല്ലാവർക്കും വരും. അതുകൊണ്ട് ആരും തന്നെ തട്ടിമാറ്റി പോകരുത് എന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ആ കുഞ്ഞിനെയും ആ കുടുംബത്തെയും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് അകമൊഴിഞ്ഞ് സഹായിക്കണം. അവസാനമായി അമ്മക്ക് പറയാനുള്ള 2 വാക്കുകൾ കൂടി നമുക്ക്. രണ്ടാമത്തതാണ്. എന്ത് ജോലി? ഞാൻ ഇത് പണിക്കൊക്കെ പണിക്ക്. പിന്നെ മോർണിംഗ് കൊണ്ടുള്ള ഉറക്കമില്ല, രാത്രി ഭയങ്കര കരച്ചിലാണ്. അപ്പം നമ്മൾ ഒരാൾ കുറച്ച് നേരം നോക്കിയിട്ട് പിന്നെ ഏട്ടൻ നോക്കും, അങ്ങനെയാണ്. എനിക്കും തീരെ വയ്യവനിങ്ങനെ എടുക്കണം കൊണ്ട് നെഞ്ച് വേദന ഇളക്കിട്ട് പണിക്ക് പോകാനും പറ്റും. എത്ര രൂപ എടുത്തത്? 1.5 ലക്ഷം എൻ്റെ കല്യാണത്തിന് എടുത്തതാണ്. അതിൻ്റെ ഇടയിൽ അമ്മ മരിച്ചു. അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അത് വിട്ട് വീണു. അടവ് അതുവരെ കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു. അമ്മ മരിച്ച അമ്മേൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ട് വീണു. 2.5 ലക്ഷം വരും എന്നാണ് പുറമെ ബാങ്കെന്ന് പറയുന്നത്. മോനെയും കൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീറ്റിംഗ്. അപ്പം ഞാൻ ഏത് ബാങ്കാ? അർബൻ ബാങ്ക്, മണ്ണൂർ. ജനല് കാര്യം ഒന്നുമില്ല ഇവിടെ. അല്ലേ എവിടെയും ജനല് പോലും വെച്ചിട്ടില്ല. അവിടെ ഒന്നും വെച്ചിട്ടില്ല. മോൻ കിടക്കണവിടെ മാത്രം ഒരു ജനല് വെച്ചിട്ട് തുണി മറക്കേണ്ട രീതിക്ക് മാറ്റിയിട്ട്, അത് മഴ നന്നായി കാറ്റൊക്കെ വീശി അവനെയും കൊണ്ട് കിടക്കാൻ പറ്റില്ല, നീറ്റ് നിൽക്കുക.
ബാക്കിലൊരു ചെറിയൊരു ഓടിട്ട് വരായിരുന്നു. അത് മഴക്കാലത്ത് ഇടിഞ്ഞു. കുഴപ്പമില്ല നമുക്കും കുട്ടികളുള്ളല്ലേ. അത് ഞാൻ കഴിക്കണം. മോൻ്റെ ട്യൂബ് മാറ്റാൻ വേണ്ടിയിട്ട് ഏകദേശം 10-15,000 രൂപ ചിലവ് വരും. ആ ട്യൂബിൽ കൂടിയാണ് ആ കുഞ്ഞിന് ഭക്ഷണങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിക്കാൻ ആ കുഞ്ഞിന് സാധിക്കില്ല. അതുപോലെ തന്നെ കഴുത്തിന് ട്യൂബ് ഇടാൻ വേണ്ടിയിട്ട് ഒരു 10,000 രൂപയുടെ അടുത്ത് ചിലവ് വരും. അതൊന്നും പൈസ ഇല്ലാത്തത് കൊണ്ട് അവർ വാങ്ങിയിട്ടില്ല. ഒരുപാട് പൈസ ചിലവുണ്ട്. ഒരു കൈ സഹായം തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങളും, അതുപോലെ തന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. സിലൂത്താൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് കമൻറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ റീച്ചോ ഒന്നും നമുക്ക് ആവശ്യമില്ല. അവരുടെ വീഡിയോ എങ്കിലും, ഇനി അവരുടെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അവർക്ക് റീച്ച് കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നുമില്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് ആ കുടുംബത്തിന് ഒരു ദിവസം നല്ലോണം കിടന്നുറങ്ങാൻ വേണ്ടി സാധിക്കട്ടെ. ഇൻഷാ അള്ളാഹ് പഠിച്ചവൻ്റെ എല്ലാവിധ സഹായവും ആ കുടുംബത്തിന് പഠിച്ച തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഈ വീഡിയോ എടുത്ത് ചെയ്യാൻ വേണ്ടി ധൈര്യം കാണിച്ച ആ സ്ത്രീയെ, പരീക്ഷയ്ക്ക് തലേന്ന് പോലും ആ കുഞ്ഞിനെ പോയി കണ്ട് അവരുടെ അവസ്ഥ ഈ കേരളത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിച്ച മനസ്സിനും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിനും തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടു. ഒരുപാട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് കണക്കിന് വ്യൂവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബറും അതുപോലെ തന്നെ റീച്ചും എല്ലാം നിങ്ങൾക്കുണ്ടാകട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇത് തന്നെയാണ് ചാനൽ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ചാനലുകളും ഇത്തരം വീഡിയോകളും ഇനിയും തീർച്ചയായിട്ടും കേരള സമൂഹം ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.